activated sludge process. The activated sludge process provides an excellent method of treating either raw sewage or more generally settled sewage. Activated sludge process is a type of wastewater treatment process for treating sewage or industrial wastewater using aeration and biological floc composed of bacteria and protozoa. ഇപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. ഒന്നിൽ സ്യൂവേജിനെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെയോ ട്രീറ്റ് ചെയ്യാൻ യൂസിങ് എയറേഷൻ ആൻഡ് എ ബയോളജിക്കൽ flow. Then the sewage effluent from the primary sedimentation tank is normally utilized in this process and is mixed with 20 to 30% of own volume of activated sludge, which contains a large concentration of highly active aerobic microorganisms. The mixture enters an aeration tank where the microorganisms and the sewage are intimately mixed together with a large quantity of air for about 4 to 8 hours. Under these conditions, the moving organisms will oxidize the organic matter. The suspended and colloidal matter tend to coagulate and form a precipitate which settles down readily in the secondary settling tank. Then the precipitate settled in the secondary sedimentation tank is called activated sludge. And this activated sludge is then recycled to the head of the aeration tank to be again mixed with the sewage being treated. New activated sludge is continuously being produced by this process and a portion of it being utilized and sent back to the aeration tank, and the excess portion is disposed of properly along with the sludge collected during primary treatment after digestion. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഇതാണ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലെ എഫ്ലുവൻ്റാണ് നമ്മൾ സാധാരണ ഇതിന് യൂട്ടിലൈസ് ചെയ്യണത്. ആ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലെ എഫ്ലുവൻറ്റിൻ്റെ കൂടെ 20 to 30% ആക്ടിവേറ്റഡ് സ്ലഡ്ജൂടെ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലാണ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആ മിക്സ്ചർ എന്ന് പറഞ്ഞത് എയറേഷൻ ടാങ്കിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസംസും സ്യുവേജുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യും വിത്ത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ. അങ്ങനെ ഒരു 4 to 8 hours നമ്മൾ എയറേഷൻ കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ആ മൈക്രോ ഓർഗാനിസംസ് ഈ ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്ത്, അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാറ്റർ മാത്രമല്ല, അതിനകത്ത് സസ്പെൻഡഡ് കൊളോയിഡൽ മാറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ടെൻഡ് ടു കോയാഗുലേറ്റ് ആൻഡ് ഫോം എ പ്രസിപ്പിറ്റേറ്റ്. ആ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയണം. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ അത് സെറ്റിൽ ചെയ്യണത് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ. സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന എല്ലാ സ്ലഡ്ജും അല്ലെങ്കിൽ എല്ലാ ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഇതിലോട്ട് റീസർക്കുലേറ്റ് ചെയ്യില്ല. അതിനാവശ്യമായിട്ടുള്ള 20 to 30% മാത്രമേ വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ദ എഫ്ലുവൻറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എ പ്രോപ്പർലി ഓപ്പറേറ്റഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ് ഈസ് ഓഫ് ഹൈ ക്വാളിറ്റി. അപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്ററുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന എഫ്ലുവൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ബെറ്ററാണ്. And the BOD removal is up to 80 to 95% and the bacteria removal is up to 90 to 90%. അപ്പോൾ പ്രോപ്പർലി ഓപ്പറേറ്റഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ് ആണെങ്കിൽ BOD റിമൂവൽ 80 to 95%, ബാക്ടീരിയ റിമൂവൽ 90 to 95%. ഇനി ഈ ഇത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ് നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വാട്ടർ അതോറിറ്റിയിൽ
വാട്ടർ അതോറിറ്റിയിൽ ഈ ASP ആണ് ഉള്ളത്. നിങ്ങൾ അന്ന് ഈ ടൂർ പോയപ്പോൾ ഒക്കെ കണ്ടു കാണുമായിരിക്കും. കുറേ പേര് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റും കാണുമ്പോൾ അപ്പോൾ അതിൽ കണ്ട മുട്ടത്തറ എന്ന് പറഞ്ഞത് ASP, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. നെക്സ്റ്റ്, വേരിയസ് ഓപ്പറേഷൻസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് ആൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ്. അപ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് എയറേഷൻ ടാങ്കാണ്. പക്ഷേ എയറേഷൻ വരണതിന് മുമ്പിൽ, എയറേഷൻ ടാങ്കിൽ എത്തുന്നതിന് മുമ്പിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ്, പിന്നെ ഗ്രിഡ് ചേംബർ, അത് കഴിഞ്ഞിട്ട് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക്. അപ്പോൾ ഈ എഫ്ലുവൻ്റ് എയറേഷൻ ടാങ്കിന് എത്തുന്നതിന് മുമ്പിൽ ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റും അവിടെ ഉണ്ടായിരിക്കണം. എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ സ്ക്രീനോ ഗ്രിഡ് ചേംബറോ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കോ ഒന്നും ഇല്ല എങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ദ സിവേജ് എൻറ്റേഴ്സ് ഇൻ ദ എയറേഷൻ ടാങ്കിലാണെങ്കിൽ അതിനകത്തുള്ള ലോഡ് എന്ന് പറഞ്ഞത് ഈ എയറേഷൻ ടാങ്കിനകത്ത് കൂടും. ലോഡ് മീൻസ് ദ സോളിഡ്സ്. അപ്പോൾ സോളിഡ്സിൻ്റെ കണ്ടൻറ്റ് എയറേഷൻ ടാങ്കിൽ കൂടുമ്പോൾ ഈ എയറേഷൻ ടാങ്കിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യും. എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദ സ്യൂവേജ് എൻറ്റേഴ്സ് ഇൻ ടു ദ എയറേഷൻ ടാങ്ക് ബിഫോർ കമ്മിങ് ടു ദ എയറേഷൻ ടാങ്ക്, സ്ക്രീൻ, ഗ്രിഡ് ചേംബർ ആൻഡ് പ്രൈമറി സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞത് മസ്റ്റാണ്. അപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ അതിൽ ആ ഫ്ലോ ചാർട്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ സ്ക്രീനിങ്, ഗ്രിഡ് ചേംബർ ആൻഡ് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് ഈസ് ജനറലി കൺസിഡേർഡ് നെസസറി ബിഫോർ എയറേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രീ റിമൂവൽ ഓഫ് ദീസ് സെറ്റിലബിൾ സോളിഡ്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻറ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഇൻ എയറേഷൻ ഡിവൈസസ് ആൻഡ് ദെയർബൈ നോട്ട് റെഡ്യൂസിങ് ദെയർ എഫിഷ്യൻസീസ്. ഫ്ലോ ചാർട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദ റോ വേസ്റ്റ് വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു സ്ക്രീൻ, ദെൻ ടു ഗ്രിഡ് ചേംബർ, ദെൻ ദ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്. അപ്പോൾ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നും സ്ലഡ്ജ് വരും. ദെൻ ദ എഫ്ലുവൻറ്റ് ഫ്രം ദ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് എൻറ്റേഴ്സ് ഇൻ ടു ദ എയറേഷൻ ടാങ്ക്. ദെൻ എയറേഷൻ ടാങ്കിൽ വരുമ്പോൾ ഫ്രം ദ എയറേഷൻ ടാങ്ക് it enters into the secondary settling tank or final settling tank. Then the part of the secondary settling tank in the sludge വീണ്ടും നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യും എയറേഷൻ ടാങ്കിൽ. അതാണ് ആദ്യം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് പറഞ്ഞത്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യണില്ല. 20 to 30% ആക്ടിവേറ്റഡ് സ്ലഡ്ജാ എയറേഷൻ ടാങ്കിലോട്ട് റീസർക്കുലേറ്റ് ചെയ്യണത്. ബാക്കിയെന്ന് പറഞ്ഞത് എക്സസ് ആയിട്ട് വരുന്ന സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ കൊടുക്കുക. സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ നിന്ന് പിന്നെ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എയറേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന എഫ്ലുവൻ്റ് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് പോവും. അപ്പോൾ ആ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലാണെങ്കിൽ പിന്നെ ഷോർട്ട് ഡിറ്റൻഷൻ പീരീഡ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. ആൻഡ് ദ ഓവർഫ്ലോ റേറ്റ് ഈസ് അബൌട്ട് 40,000 liters per meter square per day. And the depth of tank is about 2.4 meter and detention time will be 1.4 hours. അപ്പോൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലെ സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞത് about 40,000 liters per meter square per day. Depth is 2.4 meter and detention time 1.4 hours. Then next, aeration tanks of an activated sludge plant. From the primary sedimentation tank, the sewage flows to the aeration tank and is mixed with the activated sludge. The aeration tanks are normally rectangular tank, 3 to 4.5 meter depth and about 4 to 6 meter width. Length ranges between 20 to 200 meter
and the detention period 4 to 8 hours for municipal sewage. Air is continuously introducing into these tanks. അപ്പോൾ എയറേഷൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ ടാങ്ക് ആണ്. അതിൻ്റെ ഡെപ്ത് 3 to 4.5 മീറ്റർ, വിഡ്ത്ത് 4 to 6 മീറ്റർ, ലെങ്ത് 20 to 200 മീറ്റർ, ഡിറ്റൻഷൻ പീരീഡ് 4 to 8 hours. കണ്ടിന്യൂസ് ആയിട്ട് എയർ ഈസ് കണ്ടിന്യൂസ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദീസ് ടാങ്ക്സ്. ഇനി എയർ സബ് നമ്മൾ എങ്ങനെയൊക്കെ ഇതിനകത്ത് കൊടുക്കും? മെത്തേഡ്സ് ഓഫ് എയറേഷൻ. There are two basic methods of introducing air into the aeration tank. Diffused air aeration അല്ലെങ്കിൽ എയർ ഡിഫ്യൂഷൻ. ദെൻ സെക്കൻഡ് മെക്കാനിക്കൽ എയറേഷൻ. ഇത് രണ്ടോ കോമൺ. ഇത് കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരും. അതിന് നമ്മൾ കമ്പൈൻ എയറേഷൻ എന്ന് പറയും. ഇപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ രണ്ട് മെത്തേഡാണ്, ഡിഫ്യൂസ്ഡ് എയർ എയറേഷനും പിന്നെ മെക്കാനിക്കൽ എയറേഷനും. മൂന്നാമതൊരെണ്ണം ഇതിൻ്റെ കോമ്പിനേഷനാണ്, അതിനെയാണ് കമ്പൈൻ aeration. But the methods of aeration are diffused air aeration, mechanical aeration, combined aeration. Then first one, diffused air aeration. In diffused air aeration method, again it is divided in the diffused air aeration method, compressed air under a pressure of 35 to 70 kilonewton per meter square is introduced into the aeration chamber through diffusion plates or other devices called diffusers. Methods of aeration: diffused air aeration, mechanical aeration and combined aeration. In the diffused air aeration method തന്നെ ridge and furrow type and spiral flow type. മെക്കാനിക്കൽ എയറേഷനിൽ ആ മെക്കാനിക്കൽ എയറേഷൻ ഉപയോഗിക്കുന്ന പാഡിൽസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ എയറേറ്റേഴ്സ്. അതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്: ഹോർത്ത് സിസ്റ്റം, ഹാർഡ്ലി സിസ്റ്റം ആൻഡ് സിംപ്ലെക്സ് എയറേഷൻ മെത്തേഡ്. First one, diffused air aeration. But in the diffused air aeration method, compressed air under a pressure of 35 to kilonewton per meter square is 35 to 70 kilonewton per meter square is introduced into the aeration chamber through diffusion plates or other devices called diffusers. അപ്പോൾ ഡിഫ്യൂസ്ഡ് എയർ എയറേഷൻ മെത്തേഡിൽ നമ്മൾ കംപ്രസ്ഡ് എയർ 35 to 70 kilonewton per meter square പ്രഷറിൽ നമ്മൾ ഇതിലോട്ട് എയറേഷൻ ചേമ്പറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഡിഫ്യൂഷൻ പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ്, അതിനെയാണ് നമ്മൾ പറഞ്ഞത് ഡിഫ്യൂസേഴ്സ്. ദ പോറസ് പ്ലേറ്റ്സ് and porous tubes made of quartz or crystalline alumina are generally used as diffusers. Porous plate അല്ലെങ്കിൽ porous tubes നമുക്ക് ഡിഫ്യൂസറായിട്ട് യൂസ് ചെയ്യാം. അത് മെയ്ഡ് ഓഫ് ക്വാർട്സ് ഓർ ക്രിസ്റ്റലൈൻ അലുമിന. ഇനി porous plates are generally square in shape with the dimensions of 30 cm by 30 cm and they are usually 25 mm thick. ഇപ്പോൾ പോറസ് പ്ലേറ്റ് ആണെങ്കിൽ സ്ക്വയർ ഷേപ്പാണ്, 30 by 30 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഡയമെൻഷൻ. തിക്നെസ് എന്ന് പറഞ്ഞത് 25 mm. ആൻഡ് ദീസ് പ്ലേറ്റ്സ് ആർ ഫിക്സ്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി എയറേഷൻ ടാങ്ക്. ഇനി ട്യൂബ് ഡിഫ്യൂസേഴ്സ് ആർ ജനറലി 60 cm long with internal diameter of 75 mm and thickness of wall equal to 15 mm. These tubes are suspended in the aeration tank and can be taken out for cleaning without emptying the tank. But diffuser plate ആണെങ്കിൽ ബോട്ടത്തിലേക്ക്
എയറേഷൻ ടാങ്കിൻ്റെ ബോട്ടത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്യൂബ് ഡിഫ്യൂസേഴ്സ് ആണെങ്കിൽ സസ്പെൻഡഡ് ഇൻ ദ എയറേഷൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് സമയത്ത് ടാങ്ക് എം ടി ആക്കാതെ തന്നെ ഇത് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ദെൻ ഡിഫ്യൂസ്ഡ് എയർ എയറേഷനിൽ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു 2 ടൈപ്പ് 2 types ഓഫ് എയറേഷൻ ടാങ്ക്സ് ആർ ജനറലി യൂസ്ഡ്. Ridge and furrow type. In the ridge and furrow type, air is forced through diffuser plates placed at the bottom of the furrows. The tank is formed into succession of ridges and furrows. എന്നിട്ട് എയർ ഇതിലേക്ക് ഡിഫ്യൂസർ പ്ലേറ്റിലൂടെ നമ്മൾ മുകളിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സച്ച് എ ടാങ്ക് ഈസ് കോൾഡ് റിഡ്ജ് ആൻഡ് ഫെറോ ടൈപ്പ് എയറേഷൻ ടാങ്ക്. അപ്പോൾ ഇൻ ദി റിഡ്ജ് ആൻഡ് ഫെറോ ടൈപ്പ് എയറേഷൻ ടാങ്ക് ദ എയർ ഈസ് ഫോഴ്സ്ഡ് അപ്വേർഡ് ത്രൂ ഡിഫ്യൂസർ പ്ലേറ്റ്സ് പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഫെറോസ്. ദെൻ സെക്കൻഡ് ടൈപ്പ് spiral flow type. Spiral flow type aeration tank. In this tank, the air is introduced near the tank. Air is introduced near the side of the tank in such a way that spiral flow results in the tank. The compressed air in such a tank can be supplied either through a plate diffuser or a tube diffuser, although tube diffusers are most commonly used. And this type of tank requires a small quantity of compressed air at low pressure. Spiral motion set up by the compressed air released through the tube diffusers causes the required aeration. അപ്പോൾ റിഡ്ജ് ആൻഡ് ഫെറോ ടൈപ്പിലാണെങ്കിൽ നമ്മൾ കംപ്രസ്ഡ് എയർ 35 to 70 kN/m² പ്രഷറിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഡിഫ്യൂസർ പ്ലേറ്റോ അല്ലെങ്കിൽ ട്യൂബ് ഡിഫ്യൂസറോ ആണ് ഇതിലൂടെയാണ് നമ്മളിത് എയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് പ്ലേറ്റാണ് പോറസ് പ്ലേറ്റ് ആണെങ്കിൽ മെയ്ഡ് ഓഫ് ക്വാർട്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ അലുമിനിയാണ്. സ്ക്വയർ ഷേപ്പ് 30 by 30 cm, thickness 25 mm. ട്യൂബ് ഡിഫ്യൂസേഴ്സ് ആണെങ്കിൽ 60 cm ലോങ്, ഇൻറ്റേർണൽ ഡയമീറ്റർ 75 mm, തിക്നെസ് എന്ന് പറഞ്ഞത് 15 mm. ഇനി ട്യൂബ് ഡിഫ്യൂസേഴ്സ് ആണെങ്കിൽ സസ്പെൻഡഡ് ഇൻ ദ എയറേഷൻ ടാങ്ക്. പക്ഷേ പ്ലേറ്റ് ഡിഫ്യൂസർ ആണെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് ആ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞത് താഴെ എയറേഷൻ ടാങ്കിൻ്റെ ബോട്ടത്തിൽ ഫിക്സ് ചെയ്തേക്കാം. എന്നിട്ട് 2 ടൈപ്പ് എയറേഷൻ ടാങ്ക്, റിഡ്ജ് ആൻഡ് ഫെറോ ടൈപ്പും സ്പൈറൽ ഫ്ലോ ടൈപ്പും. റിഡ്ജ് ആൻഡ് ഫെറോ ടൈപ്പിലാണെങ്കിൽ എയർ ഈസ് ഫോഴ്സ്ഡ് അപ്വേർഡ് ത്രൂ ഡിഫ്യൂസർ പ്ലേറ്റ്. ഫെറോ ടൈപ്പിൽ സ്പൈറൽ ഫ്ലോ ടൈപ്പിലാണെങ്കിൽ എയർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് നിയർ ദ സൈഡ് ഓഫ് ദി ടാങ്ക് in such a way that spiral flow results in the tank. In the quantity of air required in diffused aerators is about 4,000 to 8,000 meter cube of air will be required per million liter of sewage being treated. അപ്പോൾ 1 million liter sewage ട്രീറ്റ് ചെയ്യണമെങ്കിൽ 4,000 to 8,000 meter cube എയർ വേണം. Then the figures are shown, that is ridge and furrow type and spiral flow type എയറേഷൻ ടാങ്ക്സ്. ഇപ്പോൾ റിഡ്ജ് ആൻഡ് ഫെറോ ടൈപ്പിൽ നേരത്തെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു. ഡിഫ്യൂസർ പ്ലേറ്റ് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റേലാണെങ്കിൽ സസ്പെൻഡഡ് ഇൻ ദ എയറേഷൻ ടാങ്ക്. ദിസ് ഈസ് സ്പൈറൽ ഫ്ലോ ടൈപ്പ് എയറേഷൻ ടാങ്ക്. ആ സ്പൈറൽ ഫ്ലോ ടൈപ്പിൽ തന്നെ 2 ടൈപ്പ് പ്ലേറ്റ് ആണ് വേണമെങ്കിൽ ഡിഫ്യൂസർ പ്ലേറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്യൂബും ഉപയോഗിക്കാം. ഇപ്പോൾ 2 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് മെക്കാനിക്കൽ എയറേഷൻ. ഇപ്പം മെക്കാനിക്കൽ എയറേഷനിലാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തേൽ നമ്മൾ പറഞ്ഞ് കംപ്രസ്ഡ് എയർ എത്ര അപ്ലൈ ചെയ്യുക, കംപ്രസ്ഡ് എയറിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 35 to 70 kN/m².
ഇപ്പോൾ ഈ ഡിഫ്യൂസ്ഡ് എയർ എയറേഷൻ മെത്തേഡിൽ ഏകദേശം ഒരു 90-95% എയറും വേസ്റ്റായിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി എസ്കേപ്സ് ത്രൂ ദ ടാങ്ക് വിത്തൗട്ട് ഗിവിങ് ഓക്സിജൻ ടു ദ സ്യൂവേജ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ മെക്കാനിക്കൽ എയറേറ്റേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ എയറിൻ്റെ എന്ന് പറഞ്ഞാൽ 90-95% എയറും വേസ്റ്റായി പോണതെന്ന് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇൻ ദി എയർ ഡിഫ്യൂഷൻ മെത്തേഡ് a lot of compressed air, that is about 90-95% compressed air gets wasted as it simply escapes through the tank without giving oxygen to the sewage. And in this mechanical aeration method, the sewage is stirred up by means of mechanical devices called paddles, are called surface aerators, so as to introduce air into it from the atmosphere by continuously changing the surface of sewage by the circulation of sewage from top to bottom. അപ്പോൾ ഇതിൽ നമ്മൾ സർഫസ് എയറിലെ സർഫസ് എയർ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് sewage is stirred up by means of mechanical devices like paddles called surface aerators. ഇപ്പോൾ മെക്കാനിക്കൽ എയറേഷൻ മെത്തേഡിൽ സർഫസ് എയറേറ്റേഴ്സ് ആണ് എയറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആസ് ടു ഇൻട്രൊഡ്യൂസ് എയർ ഇൻ ടു ഇറ്റ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ by continuously changing the surface of sewage by the circulation of sewage from bottom to top. Then the quantity of the return sludge in mechanically aerated aeration tanks is usually about 25-30% of the flow of sewage, and the detention time ranges from 6 to 8 hours. ഇപ്പോൾ എയറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഡിറ്റൻഷൻ ടൈം, എയറേഷൻ പീരീഡ് എന്ന് പറഞ്ഞത് 6 to 8 hours. ക്വാണ്ടിറ്റി ഓഫ് റിട്ടേൺ സ്ലഡ്ജ് എന്ന് പറഞ്ഞത് 25-30% ഓഫ് ഫ്ലോ ഓഫ് സ്യൂവേജ്. ഇനി നമ്മൾ മെക്കാനിക്കൽ എയറേറ്റേഴ്സ് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസ് എയറേറ്റേഴ്സ്. അപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എയറേറ്റേഴ്സ് കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ types of surface aerators. So various types of mechanical aerators have been designed and are available in compact units. In most of these devices, the mixed liquor എന്ന് പറഞ്ഞാൽ സ്യൂവേജ് ആൻഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എയറേഷൻ ടാങ്കിലേക്ക് വരുമ്പോൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന എഫ്ലുവൻ പ്ലസ് പിന്നെ അതിനകത്ത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ രണ്ടിൻ്റെയും കൂടെ മിക്സ്ചറിനെയാണ് നമ്മൾ മിക്സഡ് ലിക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ മോസ്റ്റ് ഓഫ് ദീസ് ഡിവൈസസ് ദ മിക്സഡ് ലിക്കർ ഈസ് മെയ്ഡ് ടു മൂവ് സ്ലോലി ഇൻ ചാനൽസ് 0.9 to 1.2 meter deep and 1.2 to 1.5 meter wide. But during this forward motion of the mixed liquor, it is agitated by some mechanical means such as paddles, which break the surface and cause wave action, exposing a new surface to the air till the entire liquid gets sufficient oxygen. Then ഇതിൽ തന്നെ സർഫസ് എയറേറ്റേഴ്സിൽ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. ഹോർത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഇതിന് ഷെഫീൽഡ് SHEFFIELD ഷെഫീൽഡ് സിസ്റ്റം ഓഫ് മെക്കാനിക്കൽ എയറേഷൻ. ഇൻ ഹോർത്ത് സിസ്റ്റം ഓഫ് മെക്കാനിക്കൽ എയറേഷൻ 1 meter deep aeration tank is divided by thin walls in a series of long and comparatively narrow channels 70 meter by 1.5 meter plan area and gives a total travel of about 1.5 kilometer. ഇപ്പോൾ ഹോർത്ത് സിസ്റ്റത്തിലാണെങ്കിൽ 1 meter എയറേഷൻ ടാങ്കിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് 1 meter. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ തിൻ വാൾസ്.
അതിൽ കമ്പാരിറ്റീവ്ലി തിൻ വാൾസ് കൊണ്ട് വരുമ്പോൾ നാരോ ചാനലാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 70 മീറ്റർ ബൈ 1.5 മീറ്റർ ആൻഡ് ഗീവ്സ് എ ടോട്ടൽ ട്രാവൽ ഓഫ് അബൌട്ട് 1.5 കിലോമീറ്റർ. ആൻഡ് അറ്റ് about midway of its length, 2 rows of paddles revolving at 1.5 rpm are provided with a horizontal shaft crossing each channel for the aeration of sewage. അപ്പോൾ ഏകദേശം ഈ ലെങ്തിൻ്റെ ഏകദേശം ഒരു മിഡ്വേയിലായിട്ട് 2 റോ പാഡിൽസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക എന്നാൽ റിവോൾവിങ് ആയിട്ട് അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1.5 RPM which are provided with a horizontal shaft crossing each channel for the aeration of sewage. Then the detention period of these tanks is about 15 hours and the return sludge ranges between 15 to 20% of the sewage flow. And this method is generally used at Sheffield in England and is hence also known as ഷെഫീൽഡ് സിസ്റ്റം ഓഫ് മെക്കാനിക്കൽ എയറേഷൻ. ഇത് ഷെഫീൽഡിലാണ്, ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ് എന്നിടത്താണ് ഈ മെത്തേഡ് യൂസ് ചെയ്ത്. അതുകൊണ്ടാണ് അതിന് ഷെഫീൽഡ് സിസ്റ്റം ഓഫ് മെക്കാനിക്കൽ എയറേഷൻ. അപ്പോൾ അതിൻ്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കണേ. ഹോർത്ത് സിസ്റ്റം ഓഫ് മെക്കാനിക്കൽ എയറേഷൻ. ഇപ്പോൾ ഇവിടെ ഇതാണ് ഈ കാണിച്ചേക്കുന്നതാണ് പാഡിൽസ്. ആ പാഡിൽസ് ഇവിടെ 2 റോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ പാഡിൽസിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോഴത്തേക്ക് എയർ ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ആവും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹാർട്ട്ലി സിസ്റ്റം. ഇനി ഹാർട്ട്ലി സിസ്റ്റം ആണെങ്കിൽ ഇതിൽ നമ്മൾ പറഞ്ഞ ഹോർത്ത് സിസ്റ്റത്തിന് സിമിലറാണ്. പക്ഷേ അതിൽ പാഡിലെന്ന് പറഞ്ഞത് വെർട്ടിക്കലായിട്ടായിരുന്നു ഹോർത്ത് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇതിലാണെങ്കിൽ പാഡിൽസ് ഇൻക്ലൈൻഡായിട്ട് അറ്റ് സം ആംഗിളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു ഹാർട്ട്ലി സിസ്റ്റം ഈസ് സിമിലർ ടു ദി എബവ് ഹോർത്ത് സിസ്റ്റം വിത്ത് ദ മോഡിഫിക്കേഷൻ ദാറ്റ് ദ പാഡിൽസ് ആർ കെപ്റ്റ് ഇൻക്ലൈൻഡ് at some angle with the vertical and are fixed at the end of the channel. The diagonal baffles are provided across the channel to maintain spiral flow. അപ്പോൾ ഇൻഫ്ലുവൻ്റ് എന്ന് പറഞ്ഞത് വന്ന് ഇവിടുത്തെ ഇൻഫ്ലുവൻ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദിസ് ചേംബർ ത്രൂ ദിസ് ഇൻലെറ്റ്. ദെൻ ദീസ് ആർ ദ പാഡിൽസ്. ഇതിലിപ്പോൾ പാഡിൽ എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻഡായിട്ട് പ്രൊവൈഡ് ചെയ്ത് ഈ പാഡിൽസ് റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ സ്യൂവേജും പിന്നെ ഇതിനകത്തോട്ട് എയറും വന്ന് മിക്സ് ആവും. തേർഡ് വൺ സിംപ്ലെക്സ് എയറേഷൻ മെത്തേഡ്. അപ്പോൾ സിംപ്ലെക്സ് എയറേഷൻ മെത്തേഡ് എ ടാങ്ക് സ്ക്വയർ ഇൻ പ്ലാൻ വിത്ത് ഹോപ്പർ ബോട്ടം ഈസ് ജനറലി യൂസ്ഡ്. അപ്പോൾ സ്ക്വയർ ടാങ്കാണ്, ഹോപ്പർ ബോട്ടവുമാണ്. പക്ഷേ ചില കേസിൽ റെക്റ്റാങ്കുലർ ടാങ്കും ഇതിന് ഉപയോഗിക്കാം. ഈ റെക്റ്റാങ്കുലർ ടാങ്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ സ്ക്വയർ ടാങ്കായിട്ട് അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സിംപ്ലെക്സ് എയറേഷൻ മെത്തേഡ് എ ടാങ്ക് സ്ക്വയർ ഇൻ പ്ലാൻ വിത്ത് ഹോപ്പർ ബോട്ടം ഈസ് ജനറലി യൂസ്ഡ്. Sometimes a rectangular may also be used, but in that case it must be divided suitably into square units. Then at the center of the tank a hollow uptake tube is suspended from the top with a distance of about 15 centimeter from the bottom of the tank. അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ ടാങ്ക് നമ്മൾ വെച്ചു. അതിനകത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളോ അപ്ടേക്ക് ട്യൂബ് സസ്പെൻഡ് ചെയ്യുക ഫ്രം ദ ടോപ്പ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 15 centimeter from the bottom of the tank. Then a steel cone with spiral vanes is provided at the top of the uptake tube. ആ അപ്ടേക്ക് ട്യൂബിൻ്റെ മേളിലായിട്ട് ഒരു സ്റ്റീൽ കോൺ വിത്ത് സ്പൈറൽ വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ എ മോട്ടോർ പ്ലേസ്ഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ടാങ്ക്. എന്നിട്ട് ഇതിനെ നമ്മൾ ഡ്രിവൺ ചെയ്യിക്കുക മോട്ടോർ വെച്ചിട്ട്. ദ കോൺ ഈസ് റിവോൾവ് അറ്റ് എ ഹൈ സ്പീഡ് ദറ്റ് ഈസ് അബൌട്ട് 60 RPM which sucks the mixed liquor through the uptake tube.
by creating suction at the bottom and sprays it at the surface towards the sides in the tank. അപ്പോൾ ഇത്ര സിംപ്ലെക്സ് എയറേഷൻ മെത്തേഡ്. അപ്പോൾ ആ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത് സിംപ്ലെക്സ് എയറേഷൻ യൂണിറ്റ്. അപ്പോൾ സിംപ്ലെക്സ് എയറേഷൻ യൂണിറ്റ് ആണെങ്കിൽ സ്ക്വയർ ടാങ്ക് ആണ്, ഹോപ്പർ ബോട്ടം ആണ് സാധാരണ യൂസ് ചെയ്യണം. റെക്റ്റാങ്കുലർ ടാങ്ക് യൂസ് ചെയ്യാം. റെക്റ്റാങ്കുലർ ടാങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്ക്വയർ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഈ ടാങ്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോളോ അപ്ടേക്ക് ട്യൂബ് സസ്പെൻഡ് ചെയ്യുക. പിന്നെ ഫ്രം ദ മേളിൽ നിന്നാണ് നമ്മൾ അതിനെ സസ്പെൻഡ് ചെയ്തിടുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 15 സെൻറ്റിമീറ്റർ ഫ്രം ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. എന്നിട്ട് ഈ അപ്ടേക്ക് ട്യൂബിൻ്റെ ടോപ്പിലായിട്ട് ഒരു സ്റ്റീൽ കോൺ വിത്ത് സ്പൈറൽ വെയിൻസ് ഈസ് പ്രൊവൈഡഡ്. ഇതിനെയാണ് എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുക. ആ കോൺ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം, അതിൻ്റെ സ്പീഡ് 60 RPM. ഇനി തേർഡ് വൺ കമ്പൈൻഡ് എയറേഷൻ. അപ്പോൾ കമ്പൈൻഡ് എയറേഷനാണ്. ഇനി കമ്പൈൻഡ് എയറേഷൻ, ദ ഡിഫ്യൂസ്ഡ് എയർ എയറേഷൻ ആസ് വെൽ ആസ് മെക്കാനിക്കൽ എയറേഷൻ ആർ കമ്പൈൻഡ് ടുഗദർ ഇൻ എ സിംഗിൾ യൂണിറ്റ്. ഇനി ഈ കമ്പൈൻഡ് എയറേഷന് എക്സാമ്പിളാണ് അല്ലെങ്കിൽ വെൽ നോൺ ടൈപ്പ് ഓഫ് സച്ച് ആൻ എയറേറ്റർ യൂണിറ്റ് ഈസ് കോൾഡ് ഡോറോക്കോ എയറേറ്റർ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് an aerator, the aeration of sewage is achieved by diffusing air through bottom diffuser plates as well as by rotating paddles at the rate of 10 to 12 RPM. Spiral motion so setup brings about the required എയറേഷൻ. അപ്പോൾ കമ്പൈൻഡ് എയറേഷനിൽ ഡിഫ്യൂസ്ഡ് എയറേഷനും വരും, മെക്കാനിക്കൽ എയറേഷനും വരും. ഡിഫ്യൂസ്ഡ് എയറേഷനിലാണെങ്കിൽ നമ്മൾ ഡിഫ്യൂസർ പ്ലേറ്റോ ട്യൂബോ ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഡിഫ്യൂസർ പ്ലേറ്റിലൂടെ ആദ്യം എയറേഷൻ ഓഫ് സിവേജ് ഈസ് അച്ചീവ്ഡ് ബൈ ഡിഫ്യൂസിങ് എയർ ത്രൂ ബോട്ടം ഡിഫ്യൂസർ പ്ലേറ്റ് ആസ് വെൽ ആസ് ബൈ റൊട്ടേറ്റിംഗ് പാഡിൽസ് അറ്റ് ദി റേറ്റ് ഓഫ് 10 to 12 RPM. ആൻഡ് പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കമ്പൈൻഡ് എയറേഷൻ ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദ ഡിറ്റൻഷൻ പീരീഡ് ഈസ് സ്മോളർ, ദറ്റ് ഈസ് 3 to 4 hours ആൻഡ് റിക്വയേഴ്സ് ലെസ് എമൗണ്ട് ഓഫ് കംപ്രസ്ഡ് എയർ ആസ് കമ്പയർഡ് ടു ദ ഡിഫ്യൂസ്ഡ് എയർ എയറേഷൻ മെത്തേഡ്. ഡിഫ്യൂസ്ഡ് എയർ എയറേഷൻ മെത്തേഡിലാണ് കംപ്രസ്ഡ് എയർ കൂടുതൽ വരണം, അതിൽ തന്നെ കൂടുതൽ ലോസായി പോകുന്നുണ്ട്. അപ്പോൾ ഈ കമ്പൈൻഡ് എയറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഡിറ്റൻഷൻ ടൈം കുറച്ച് മതി. എന്ന് പറഞ്ഞാൽ 3 to 4 hour ഡിറ്റൻഷൻ ടൈമും അതുപോലെ ഇറ്റ് റിക്വയർസ് ലെസ് എമൗണ്ട് ഓഫ് കംപ്രസ്ഡ് എയർ. അപ്പോൾ ആ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഫിഗറിൽ എയർ ഡിഫ്യൂസർ പ്ലേറ്റ് താഴെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് പാഡിൽസ്. പക്ഷേ ഇതിൽ ഇവിടെ പാഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഏതാ സെക്കൻഡ് കേസിൽ പാഡിൽസ് ആണെങ്കിൽ ഇതിലിപ്പോൾ പാഡിൽ കാണിച്ചിരിക്കുന്നത് സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇൻക്ലൈൻഡ് വരുമ്പോഴത്തേക്ക് പാഡിൽസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ നമ്മൾ എന്തോ പറയുക സിസ്റ്റത്തിന്, ഹാർഡ്ലി സിസ്റ്റം. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ASPയുടെ ഇപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സ്ക്രീന്, ഗ്രിഡ് ചേംബർ, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രൈമറി സെഡിമെൻറ്റേഷൻ, എയറേഷൻ ടാങ്ക്. Then next unit എന്ന് പറഞ്ഞാൽ the effluent from the aeration tank enters into the secondary sedimentation tank. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഈ സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫ്രം ദ എയറേഷൻ ടാങ്ക് ദ സിവേജ് ഫ്ലോസ് ടു ദ ഫൈനൽ സെഡിമെൻറ്റേഷൻ ടാങ്ക്. ദാറ്റ് ഫൈനൽ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഈസ് കോൾഡ് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്ക്. ആൻഡ് ദിസ് ടാങ്ക് will normally of general type like primary tank with certain modifications. Pinne since there are no floating solids here, provisions for scum or floatage are not needed. ഇതിനകത്ത് ഫ്ലോട്ടിംഗ് സോളിഡ്സ് ഒന്നും കാണില്ല. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ ഒന്നും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യേണ്ട. ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് in the aeration tank effluent are light in weight and are thus markedly influenced by currents. Therefore, in these secondary settling tanks, a considerable length of overflow weir is desirable to reduce the velocity of approach. And in the design purpose, the weir surface overflow rate or weir overflow rate not exceeding 150 meter cube per day per meter length of the weir.
and this value is based on the average flow of sewage. And the detention time for such a sedimentation tank may be kept between 1.5 to 2 hours. And the length to depth ratio, L by D, that is length to depth ratio of these tanks may be kept at about 5 for circular tank, and length to depth ratio equal to 7 for rectangular tank. And the depth may be kept in the range of 3.5 to 4.5 meter.